ഹായ് ഫ്രണ്ട്സ്, മസ്താനി മണവാളൻ ആ പ്രശ്നമാണ് ഇപ്പോൾ കത്തി നിൽക്കുന്നത്. മസ്താനി മണവാളനുമായി ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. ഒരുപാട് റീൽസ് ചെയ്യലും ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു ഇവർ രണ്ടുപേരും കൂടിയിട്ട്. അങ്ങനെ മസ്താനി ബിഗ് ബോസിൽ പോകുന്നത്, അവിടെ ചെന്ന് മസ്താനി ചെയ്ത വൃത്തികെട്ട കളികൾ കണ്ട് മണവാളൻ നിശബ്ദനായിപ്പോയി. ഒന്നും തന്നെ ചെയ്തില്ല മസ്താനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മസ്താനി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പാനിയെ കളിയാക്കിക്കൊണ്ടും അതുപോലെ തന്നെ രേണുസുതിയെ അങ്ങനെ കുറേ പേര് മസ്താനി ചൊറിഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് അല്ലേ. അപ്പോൾ മസ്താനിക്ക് ഭയങ്കര നെഗറ്റീവായി. അപ്പോൾ ഫോൺ നോക്കി കഴിഞ്ഞപ്പോൾ ഫോൺ കിട്ടിയപ്പോൾ ഫോൺ നോക്കിയപ്പോൾ മണവാളൻ മസ്താനിയെക്കുറിച്ച് നല്ലൊരു വർത്തമാനം പോലും പറഞ്ഞിട്ടില്ല, മിണ്ടിയിട്ടില്ല. അപ്പോൾ മണവാളനെ ഏൽപ്പിച്ചിട്ടാണ് മസ്താനി പോയിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് അങ്ങോട്ട് കയറ്റി വിടണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ടായില്ല, മണവാളൻ ഒന്നും പറഞ്ഞില്ല. ഇതിനെതിരെ മസ്താനി വന്ന് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ഓൺലൈൻ മീഡിയാസ് ചോദിച്ചു എന്താണ് മണവാളിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന്. അപ്പോൾ മസ്താനി എന്താ പറഞ്ഞതെന്നറിയോ, നമുക്ക് പ്രശ്നം വരുമ്പോൾ നമ്മളെ ഇട്ടിട്ട് പോകുന്ന റിലേഷൻ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുഖം കയറ്റി പിടിച്ചുകൊണ്ടാണ് മസ്താനി അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം മണവാളിൻ്റെ പ്രതികരണം ഇതൊക്കെ നമുക്കറിയാം. അതിന് മുന്നേ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ മണവാളൻ അതിനെതിരെ വോയിസ് ഇട്ടിട്ടുണ്ട്. മസ്താനി വൃത്തികെട്ട കളികളാണ് ബിഗ് ബോസിൽ കാണിച്ചിരുന്നത്. ശരിക്കും ശരി തന്നെയാണ്. അതിനെതിരെ എന്ത് പറയാനാണ് മണവാളൻ? നല്ലത് വല്ലതും പറയാൻ പറ്റുമോ? മണവാളിനെ എടുത്തിട്ട് കൊടുക്കും. മസ്താനി അമ്മാതിരി കളികളാണോ കളിച്ചിരുന്നത്? ഉനിയലിനെ വൃത്തികേട് പറയുക, അതുപോലെ രേണുസുതിയെ കിടന്ന് വെറുതെ മരിച്ചുപോയ ആൾക്കാരെയും പറയുക, എല്ലാവരും പെട്ടെന്ന് മാറ്റിച്ചുകൊണ്ടിരിക്കുക. ഇതായിരുന്നു മസ്താനിയുടെ മെയിൻ കളി. ഈ മസ്താനിനെ ഉയർത്താൻ മണവാളിന് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പക്ഷേ എനിക്ക് മസ്താനിയെ പാവം തോന്നിയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ മാത്രം. അതെന്നാന്ന് വെച്ചാൽ അഭിൻസിയുമായി റീഎൻട്രിയിൽ ഒരു തല്ലുകൂട്ട് നടന്നില്ലേ, അപ്പോഴാണ് എനിക്ക് മസ്താനി ശരിക്കും ഒരു പാവം തോന്നിയത്. ബിൻസി കിടന്ന് ഭദ്രകാളിയെ പോലെ കിടന്ന് ഇങ്ങനെ ചാടി തുള്ളുകയാണ്. അപ്പോൾ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, ഞാൻ അസലായിട്ട് ഇറങ്ങിപ്പോയത് അടി എന്ന് ബിൻസി പറഞ്ഞു. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നാണം കെട്ട രീതിയിലല്ലടി, ഞാൻ നന്നായിട്ട് തന്നെ ഇറങ്ങിപ്പോയത് എന്ന് ബിൻസി പറഞ്ഞു. അപ്പോൾ മസ്താനി ഒരു വാക്ക് പറഞ്ഞു, നീ ഇറങ്ങിപ്പോയത് നിന്റെ ചാച്ചൻ്റെ ഓട്ടോയിൽ എന്ന് വെറുതെ ഒരു വാക്ക് പറഞ്ഞു. അതിന് ബിൻസി പറഞ്ഞ മറുപടി എനിക്ക് ശരിക്കും സങ്കടം വരുത്തുന്ന മറുപടിയായിരുന്നു. എനിക്ക് എൻ്റെ ചാച്ച എന്ന് പറഞ്ഞ തന്തയുണ്ട്, നിനക്ക് പേരിനൊരു തന്തയുണ്ടോടി, പറയാൻ നല്ലൊരു തന്തയുണ്ടോടി? ഈ കുട്ടിക്ക് തന്തയില്ലാത്ത കാര്യം ഈ കുട്ടിയാണോ അതിന് ഉത്തരവാദി? ഈ മസ്താനിയാണോ ഉത്തരവാദി? ഒരിക്കലുമല്ല. മസ്താനി എന്ത് ചെയ്യാനാണ്? തന്തയില്ലാത്തതിന് എന്ത് ചെയ്യാൻ പറ്റും? മസ്താനിയെ ജനിപ്പിച്ചു പോയി അവര്. അത് മസ്താനിക്ക് വില എടുത്തിടാൻ പറ്റുമോ? ഇല്ല. മസ്താനി ജനിപ്പിക്കുന്ന കുട്ടികളുടെ കാര്യമാണ് മസ്താനിക്ക് നോക്കാൻ പറ്റുള്ളൂ. മസ്താനിയെ ജനിപ്പിച്ചിട്ട് അവരെ കാര്യം മസ്താനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് എനിക്ക് മസ്താനിയെ ഒന്ന് ന്യായീകരിക്കാൻ തോന്നിയത്. ബാക്കി എവിടെയും ന്യായീകരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെയാണ്. അപ്പോൾ മണവാളൻ ഇറങ്ങിയപ്പോൾ ഈ മൂപ്പരാൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മണവാളൻ വിളിച്ചു ഫോണിലേക്ക്, പക്ഷെ എടുത്തില്ല. കാരണം മസ്താനി എടുക്കാത്ത എന്താണ്? മണവാളിൻ്റെ അക്കൗണ്ട് നോക്കിയപ്പോൾ മണവാളൻ ഒന്നും മസ്താനിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല, സൈലൻ്റ് ആയിരിക്കുന്നു. അപ്പോൾ ദേഷ്യം വന്ന് കാണും. അപ്പോൾ മണവാളനെ ഇറങ്ങിയപ്പോൾ എടുത്തേ ഇല്ല, ഫോണേ എടുത്തില്ല. അപ്പം മണവാളൻ പറയുന്നുണ്ട്, ഞാൻ അവളെ വിളിച്ചതാണ് ഫോണ്, അപ്പോൾ അവൾ എടുത്തില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് വരാൻ പേടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു എന്നാണ് പിന്നീട് അറിഞ്ഞത്. പക്ഷേ എന്നിട്ട് പോലും ഞാൻ വിളിച്ചപ്പോൾ അവൾ എടുത്തില്ല. ഇവിടെ എന്താണ് പുറത്ത് എന്താണ് നടക്കുന്നത്? ഇനിയിപ്പോൾ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുമോ, അതിക്രമങ്ങൾ ചെയ്യുമോ, അത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടല്ലേ ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെയൊക്കെ മണവാളൻ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നും ചെയ്യാഞ്ഞത്. എന്നിട്ട് പുറത്ത് വന്നപ്പോൾ അവൾ എന്നെ കുറ്റം പറഞ്ഞു, നീ ഒന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു വ്യക്തിയാണ് എന്നൊക്കെ മണവാളൻ പറയുന്നുണ്ട്. മണവാളുടെ വോയിസ് നമുക്കൊന്ന് കേൾക്കാട്ടോ. പോകുന്നത് വരെ ഓക്കെ ആയിരുന്നു, ഞങ്ങൾ നല്ല തിക് ഫ്രണ്ട്സ് തന്നെ ആയിരുന്നു. ബിഗ് ബോസിൽ കയറിയ സമയത്ത് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തില്ല എന്നാണ് അവള് പറയുന്നത്. അതിന്റെ പേരിലാണ് ഞങ്ങൾ തമ്മിൽ അടിയാവണത്. അവൾ എന്ത് ചെയ്ത്, അവളാണ് പിണങ്ങി പോയത്. അപ്പൊ ബിഗ് ബോസിൽ കയറിയപ്പോ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടിങ് മെറ്റീരിയൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വാസ്തവം. ഞാൻ എന്ത് വെച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യും? അതിനുള്ള ഒരു ചോദ്യം അത് അവള് ചിന്തിക്കുന്നില്ല. ഞാൻ എന്ത് വെച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യും? അപ്പോ ഫസ്റ്റ് വന്നിരുന്ന ഫുള്ള് നെഗറ്റീവ് മാത്രമാണ് ഈ ഷോയിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നുള്ളൂ. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു ഇനി ഗെയിം എന്ത് ചെയ്ത് ചേഞ്ച് ചെയ്യും. ഒരു ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു സപ്പോർട്ടിങ് മെറ്റീരിയൽ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സാധനം നിങ്ങൾ തന്നെ പറ, അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു സപ്പോർട്ട് ചെയ്യാൻ ഒരു മെറ്റീരിയൽ പുറത്തേക്ക് വന്നിരുന്നു. അതുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു ഇനി ഒരു ഗെയിം ചേഞ്ച് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ ഗെയിം ചേഞ്ച് ആവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കരുത്. നമുക്കൊന്നും എന്ത് ചെയ്ത് നഷ്ടപ്പെടാനുമില്ല. ഞാൻ അത്ര നല്ല ഫ്രണ്ട്ഷിപ്പിന് മൂല്യം കൽപ്പിച്ചിരുന്നു, ഞാൻ അത്ര നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തിരുന്നു. ഇതൊക്കെ എന്ത് ചെയ്ത് അവൾക്ക് തന്നെ നന്നായി അറിയാവുന്ന കാര്യമാണ്.
മേ ബി അവൾ എക്സ്പെക്ട് ചെയ്തിരിക്കാം ഞാൻ ഭയങ്കരമായിട്ട് ഇവിടെ പുറത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. അത് ഞാൻ എന്ത് ചെയ്ത് കുറ്റായിട്ട് പറഞ്ഞതല്ല. മേ ബി നമ്മളൊരു സപ്പോർട്ട് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്തിരിക്കാം. പക്ഷെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു മെറ്റീരിയൽ പുറത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു സംഭവം അത് ചിന്തിക്കുന്നില്ല മസ്താനി. അതിലുണ്ടായൊരു ചിലപ്പോൾ കൊളിച്ചാൽ എനിക്ക് ഇപ്പോഴും സ്റ്റിൽ എനിക്ക് ദേഷ്യമോ വാശി വൈരാഗ്യം ഒന്നുമില്ല. ഞാൻ ആ ഒരു രീതിക്ക് തന്നെ നല്ല രീതിക്ക് എന്തരേ ആവട്ടെ, എല്ലാം നല്ലതിന്, പോകുന്നതും നല്ലതിന്, ഇനി പറയുന്ന പ്രശ്നങ്ങളും നല്ലതിന്, എല്ലാം നല്ലതിന്, നമ്മളെല്ലാം നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യുക, നല്ല രീതിക്ക് സർവ്. മണവാളൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കിട്ടിയാലല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ റീ എൻട്രിയിൽ പോയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ വോട്ടിങ് ഒന്നുമില്ലാത്ത മേഖലയാണ്. അപ്പോൾ മസ്താനി ഇതും പറഞ്ഞ് ഈ മണവാളൻ്റെ അടുത്ത് പിണങ്ങേണ്ട ഒരു ആവശ്യമില്ല. നമ്മളെന്തെങ്കിലും ഇട്ട് കൊടുക്കണം. എന്നാലാണ് ആർക്കും PR ആണെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും അവർക്കൊക്കെ എന്തെങ്കിലും ഒന്ന് പൊക്കി പിടിച്ചു കൊണ്ടുവന്ന് ഇവളിതാ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയാൻ വേണ്ടി എന്തെങ്കിലും കൊടുക്കണ്ടേ. അത് മസ്താനി കൂടി ചിന്തിക്കേണ്ടതാണ്. മസ്താനി ചിന്തിക്കാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഫ്രണ്ട്ഷിപ്പിനെ ഇല്ലാതാക്കാതെ നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നു.